ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ഹായ്, അസ്സലാമു അലൈക്കും. പാട്ടൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇന്നത്തെ വീഡിയോ ശംഖുപുഷ്പത്തിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ മിക്കവരുടെ വീട്ടിലും ഉണ്ട് ശംഖുപുഷ്പം. ഇപ്പോൾ വള്ളിച്ചെടിയായിട്ട് ഇങ്ങനെ വളർന്ന് ഒരു ചെടി കൊണ്ട് നട്ടാൽ മതി, നമുക്കിങ്ങനെ കാടായിക്കോളും. ഇത് വെള്ളയുണ്ട്, നീലയുണ്ട്. അപ്പോൾ രണ്ടും ഔഷധ ഗുണമുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറേ വിശേഷങ്ങൾ നമുക്കിന്നിവിടെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് പല സ്ഥലങ്ങളിലും നമുക്കിത് അപരാജിത എന്ന് പറഞ്ഞ പേരിലാണ് കേട്ടോ ഈ ശംഖുപുഷ്പം അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതലും ശംഖുപുഷ്പം എന്നാണ് പറയണത്. ഇതിന് ആകെ 2 കളറേ ഉള്ളൂ. ചിലർ പറയുന്നുണ്ട് റോസ് ഉണ്ട് എന്നൊക്കെ. അത് കാട്ടുചെടിയാണ് റോസൊക്കെ ഉള്ളത് കേട്ടോ. ശരിക്കും ഔഷധ ഗുണമുള്ള ഈ ചെടി എന്ന് പറഞ്ഞാൽ 2 കളറേ ഉള്ളൂ, ഒന്ന് വയലറ്റും ഒന്ന് വെള്ളയും. അപ്പോൾ എൻ്റെ വീട്ടിൽ ധാരാളം ഉണ്ട് കേട്ടോ ഈ ചെടി. കുറേ ആയപ്പോൾ ഞങ്ങൾ വലിച്ചു പറിച്ച് കളഞ്ഞു. കാരണം ഇത് നമ്മളെ ചെടികളെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് കയറും. അപ്പം നമ്മളിത് ഇതിനെ മാറ്റി പ്രൊട്ടക്റ്റ് ചെയ്ത് വേറെ നടുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നമ്മുടെ പറമ്പിൽ നട്ട് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ്. കാരണം ഇതിന് കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് നല്ലതാണ്, ചെങ്കണ്ണിനൊക്കെ. അതുപോലെ തന്നെ BP കുറക്കാനും മൂർക്കം പാമ്പിൻ്റെ വിഷം നിർവീര്യമാക്കാനൊക്കെ ഇതിൻ്റെ വേര് ഉപയോഗിക്കും എന്നൊക്കെ പറയണത് നമുക്കറിയില്ല. നമ്മൾ കൂടുതലും ഇത് യൂസ് ചെയ്യണത് ഒരു കട്ടൻ ചായ പോലെ കുടിക്കും. കട്ടൻ ചായ കുടിക്കുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷമല്ലേ. അതുപോലെ ഇത് ഉന്മേഷമാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നെറ്റൊക്കെ കളഞ്ഞിട്ട് പൂവിൻ്റെ ഇതൾ മാത്രം എടുത്തിട്ട് നമ്മൾ ഇത് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കും. ഇതിൻ്റെ കളർ വെള്ളം തിളപ്പിക്കുമ്പോൾ ഈ കളറാവും കേട്ടോ. ഇതിൽ നാരങ്ങയും തേനൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേറെ കളറാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ്. നമ്മൾ നീരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആവി പിടിക്കാം. ഇതിൻ്റെ പൂവും ഇലയും ഒക്കെ ഇട്ടിട്ട് ആവി പിടിക്കാം. പയറിൻ്റെയൊക്കെ വിത്ത് പോലെയാണ് ഇതിൻ്റെ വിത്ത് ഇട്ടാൽ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടി തന്നെയാണ്. കാരണം ഇതിന് അത്രയേറെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. ഇതിൽ ഇനിയും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടാവും, നമുക്കറിയില്ല. ഇനിയിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ ഓരോരുത്തരുടെ വീട്ടിലും ഇത് വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ശല്യമില്ലാത്ത രീതിയിൽ ഒരു ഭാഗത്ത് മാറ്റി ഇത് വെട്ടി നിർത്താം, ബുഷ് പോലെ ആക്കാം. ഇതുപോലെ പടർന്ന് കയറാൻ അനുവദിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കാടൊന്നും ആവില്ല, നല്ല ഭംഗിയാണ്, അലങ്കാരമായിട്ട് നിർത്താം. അതുപോലെ തന്നെ വെള്ളയായാലും നീലയായാലും ഔഷധങ്ങൾ ഒന്ന് തന്നെയാണ്, ഗുണം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ഉന്മേഷമൊക്കെ തോന്നാൻ വേണ്ടി ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാം. അതുപോലെ ഇത് ആവി പിടിക്കാം. അപ്പോൾ പല ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.